തങ്ങളുടെ ഷഅറ് മുബാറക് അത് അധികം ചുരുണ്ടതോ നേർത്തതോ അല്ല എന്ന് സ്വഹാബത്ത് പഠിപ്പിക്കുന്നുണ്ട്. ഹബീബായ തങ്ങള് ചില സന്ദർഭങ്ങളിൽ മാത്രമാണ് പൂർണ്ണമായി തങ്ങളുടെ മുടി കളഞ്ഞിട്ടുള്ളത്. ചില സന്ദർഭങ്ങളിൽ മാത്രമാണ്. അല്ലാത്ത സമയത്ത് തങ്ങളുടെ മുടിയെ സംബന്ധിച്ച് പല അഭിപ്രായങ്ങളും പറയപ്പെട്ടിട്ടുണ്ട്. തങ്ങളുടെ മുടിയുടെ നീളത്തെ കുറിച്ചൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അതിൽ പ്രബലമായ അഭിപ്രായ പ്രകാരം തങ്ങളുടെ മുടി ചില സന്ദർഭങ്ങളിൽ അത് നമ്മളിങ്ങനെ അടിയിലേക്ക് വാർന്നു വെച്ചു കഴിഞ്ഞാൽ ചെവിയുടെ പകുതി വരെ എത്തുന്ന അത്രയും ഉണ്ടാകാറുണ്ടായിരുന്നു എന്ന് കാണാം. ആയിഷുമ്മ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ചില സന്ദർഭങ്ങളിൽ ഹബീബായ തങ്ങളുടെ മുടി ഞാൻ ഇങ്ങനെ വാർന്നു കൊടുക്കാറുണ്ടായിരുന്നു എന്ന് ആയിഷുമ്മ ബീവി റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുന്നത് ഹദീസിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് തങ്ങളുടെ പരിശുദ്ധമായ താടിയും. അത് തിങ്ങിയ താടിയായിരുന്നു എന്ന് കാണാം. ഹബീബായ തങ്ങള് എപ്പോഴും ആ താടി ഇങ്ങനെ ചീകി വെക്കാറുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു മജ്‌ലിസിലേക്കൊക്കെ പോവുകയാണെങ്കിൽ തങ്ങൾ അത് നന്നായി ചീകി ഒതുക്കി വെച്ചുകൊണ്ടാണ് മജ്‌ലിസിലേക്കൊക്കെ പോകാറുള്ളത് എന്നൊക്കെ ഹദീസിൽ പറയുന്നുണ്ട്. ഹബീബായ തങ്ങളുടെ ഭംഗിയുടെ മറ്റൊരു കാരണമാണ് ഹബീബായ തങ്ങളുടെ പുഞ്ചിരി എന്ന് പറയുന്നത്. പുഞ്ചിരിക്കുന്നത് സ്വതക്കയാണ് എന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. മഹാനായ ജരീർ തങ്ങൾ പറയുന്നുണ്ട്, ഞാന് ഇസ്ലാം മതം സ്വീകരിച്ചു കഴിഞ്ഞതിന് ശേഷം ഹബീബായ തങ്ങളെ കാണാത്ത ഒരു ദിവസമില്ല. എല്ലാ ദിവസവും പോയി ഹബീബായ തങ്ങളെ ഞാൻ കാണാറുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഹബീബായ തങ്ങളുടെ പ്രത്യേകത വലാ റആനി ഇല്ലാ തബസ്സമ ഫീ വജ്ഹിഹി, തങ്ങളുടെ മുഖത്ത് പുഞ്ചിരിയോടെ അല്ലാതെ തങ്ങളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് മഹാനായ ജരീർ തങ്ങൾ പറയുന്നത് കാണാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു സൗന്ദര്യത്തിന്റെ ഏറ്റവും പ്രധാന ഘടകം കൂടി തന്നെയാണ് അവിടുത്തെ പുഞ്ചിരി എന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളും ആ ഒരു ശീലത്തിലേക്ക് വരുന്നത് നല്ലതാണ്. നമ്മുടെ മുഖത്തും ഇടക്കിടക്കൊക്കെ ഒരു പുഞ്ചിരി ഉണ്ടാകുന്നത് നല്ലതാണ്. നമ്മളിങ്ങനെ ഈ മുഖം പൊത്തിച്ച് കടന്നലുത്യമാരി ഇങ്ങനെ ആൾക്കാരെ നോക്കുന്നതിന് പകരം നല്ലൊരു പുഞ്ചിരിയോടുകൂടി ആൾക്കാരെ നോക്കുമ്പോൾ അവരുടെ മനസ്സിലും ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. മറ്റുള്ളവരുടെ മനസ്സിലേക്ക് സന്തോഷം ഇട്ട് കൊടുക്കൽ സ്വതക്കയാണ് എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ തങ്ങളുടെ ബർക്കത്തോടുണ്ട് അല്ലാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. ഹബീബായ തങ്ങളുടെ മുഹിബ്ബീങ്ങളിൽ അല്ലാഹു നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ.